ഹായ് ഫ്രണ്ട്സ്, ഈ ലോകത്തിൽ 2 ഭാഷകളിൽ മാത്രം ഒരു ആതുല്യ ശബ്ദം ഉണ്ട്. ഴ ശബ്ദം തമിഴിലെ മലയാളത്തിലെ ഉണ്ട്. വേറെ ഒറ്റ ഭാഷകളിലെ ഇല്ല. ഈ ശബ്ദം ദ്രാവിഡ ശബ്ദം എന്ന് പറയുന്നു. പക്ഷെ കന്നഡത്തിലും തെലുങ്കിലും ഇപ്പോൾ ഇല്ല. മുൻപ് കാലത്തിൽ ഇരുന്നോ അത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിൻ്റെ റിസർച്ച് ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ തമിഴും മലയാളം ഈ 2 ഭാഷകളിൽ മാത്രം ഈ സൗണ്ട് ഉള്ളത്. ഇംഗ്ലീഷിൽ ഈ ശബ്ദം ഇല്ല. നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാർ അവർക്ക് ഈ ശബ്ദം ഉച്ചരിക്കാൻ പറ്റില്ല. അവർ ട്രൈ ചെയ്തോ അറിഞ്ഞൂടാ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ പേരുകളൊക്കെ ആംഗ്ലിസൈസ് ചെയ്തു, ഇംഗ്ലീഷിൽ മാറ്റി. തമിഴ് എടുത്ത് തമിഴ് എന്നാക്കി. പഴനി പളനി, കോഴിക്കോട് കാലിക്കറ്റ്, അങ്ങനെയൊക്കെ അവർ പലതും മാറ്റി ആ ശബ്ദത്തെ കട്ട് ചെയ്തു. ഈ ഴ ശബ്ദം ആതുല്യ ശബ്ദം, മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും ഒരു ആതുല്യ ശബ്ദമാണ് ഈ ഴ ശബ്ദം. കേരളത്തിൽ ഒരു തെറ്റിദ്ധരിപ്പുണ്ട്. പലരും വിചാരിക്കുന്നത് തമിഴ്നാട്ടിലെ പലർക്കും ഈ ഴ സൗണ്ട് വരില്ല, വാളയപ്പളം അങ്ങനെയൊക്കെ പറയുന്നു. അത് ഒരു ചെറിയ സെഗ്മെൻറ്റാണ് അങ്ങനെ പറയുന്നത്. മിക്കവാറും തമിഴ്നാട്ടിലെ ഴ വരും. ഒരുപാട് ശബ്ദങ്ങളിൽ ആ ഴ സൗണ്ട് ഉണ്ട്. കേരളത്തിൽ മലയാളികൾക്ക് ഈ ഴ ശബ്ദം കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ടങ് ട്വിസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു ടങ് ട്വിസ്റ്റർ ചെയ്തു. 7 മണിക്ക് പുഴുങ്ങിയ പഴം കഴിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ടങ് ട്വിസ്റ്റർ ഉണ്ടോ? കമൻസിൽ പറയുക. ഈ ഴ ശബ്ദം തമിഴിനെയും മലയാളത്തിനെയും ഒന്നിപ്പിക്കുന്ന ശബ്ദമാണ്, ആതുല്യ ശബ്ദമാണ്. ശരി ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. വീണ്ടും കാണാം. ബൈ.